സ്റ്റുഡൻസ്, നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. എന്തായാലും പുതിയൊരു ചാപ്റ്ററിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ ഫിസിയോളജി ചാപ്റ്ററുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റെസ്പിറേഷൻ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ, എങ്ങനെ വേണ്ടിയിട്ടാണ് റെസ്പിറേഷൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ, എവിടെ വെച്ചിട്ടാണ് റെസ്പിറേഷൻ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി. നമുക്കറിയാം റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മെയിൻലി രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട്. വൺ ഈസ് എയ്റോബിക് റെസ്പിറേഷൻ, അനദർ വൺ ഈസ് എനേറോബിക് റെസ്പിറേഷൻ. ചിലപ്പോൾ എയ്റോബിക് കണ്ടീഷനിലായിരിക്കും റെസ്പിറേഷൻ നടക്കുക, ദാറ്റ് മീൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഇനി ചിലപ്പോൾ അനേറോബിക് കണ്ടീഷനിലായിരിക്കും, ചില എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ ജീവിക്കുന്ന ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ നടക്കുന്ന ആ ടൈമിൽ നടക്കുന്ന റെസ്പിറേഷൻ നമ്മൾ പറയുന്നതാണ്. അല്ലെങ്കിൽ ആ കണ്ടീഷനെ, ഏത് കണ്ടീഷനാണോ അവിടെ ഓക്സിജൻ്റെ അവൈലബിലിറ്റി ഇല്ല, അവിടെ നടക്കുന്ന റെസ്പിറേഷനെ നമ്മൾ എന്ത് വിളിക്കും? അനേറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കും. ഇങ്ങനെ രണ്ട് ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ട്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ പ്രോസസ്സ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം എത്രയോ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അല്ലേ, പ്ലാന്റ്സിലാണെങ്കിലും ആനിമൽസിലാണെങ്കിലും. അപ്പോൾ അത്തരത്തിൽ നടക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് റെസ്പിറേഷൻ. എന്താണ് ആ റെസ്പിറേഷൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഫോർ റിലീസിങ് എനർജി നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള, നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എനർജി റിലീസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് ആക്ച്വലി റെസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലാന്റ്സിൽ നടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഫോട്ടോസിന്തസിസ് എന്താ? Photosynthesis, plants they absorb carbon dioxide and water, and in presence of sunlight and chlorophyll they prepare their food named glucose. അല്ലേ, ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്ലൂക്കോസിനെ അവർ പല രീതിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു, പല കാർബോഹൈഡ്രേറ്റുകളുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അത് പ്ലാന്റ്സിലാണെങ്കിലും ആനിമൽസിലാണെങ്കിലും അത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ സ്റ്റോർഡ് എലമെന്റ്സ് അല്ലെങ്കിൽ ഈ സ്റ്റോർഡ് കാർബോഹൈഡ്രേറ്റ് കോമ്പൗണ്ട്സിൽ നടക്കുന്ന ചില റിയാക്ഷൻസിലൂടെയാണ് ആക്ച്വലി ഈ എനർജി റിലീസ് ചെയ്യപ്പെടുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെസ്പിറേഷൻ എന്ന് വിളിക്കുക. സോ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി ആൻ ഓക്സിഡേറ്റീവ് പ്രോസസ്. ഈ പറയുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മോളിക്യൂൾസിൽ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് ദേ റിലീസ് എനർജി. എങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്നു? അതായത് ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഒരുപാട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ ഫിസിക്കൽ എനർജി ആയിട്ടോ മെക്കാനിക്കൽ എനർജി ആയിട്ടോ ഒന്നും അല്ല ഈ എനർജി കോമ്പൗണ്ടുകളെ സ്റ്റോറേജ് നടക്കുന്നത്. ആക്ച്വലി അവിടെ നമുക്കുള്ളത് കെമിക്കൽ എനർജികളുടെ രൂപത്തിലാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ്സുകളിൽ ഈ കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി അവിടെ ആക്ച്വലി ആക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇലക്ട്രോണുകളും അതേപോലെ തന്നെ ഫോസ്ഫേറ്റുകളും ഒക്കെയാണ്. അപ്പൊ ഇലക്ട്രോണുകളെ ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ പങ്കെടുക്കുന്ന അവിടെ ആക്റ്റീവ് ആവുന്ന ആളുകളാണ് NAD, FAD പോലുള്ളതൊക്കെ. അപ്പൊ അവർക്ക് എന്ത് സംഭവിക്കും? അവര് ഇലക്ട്രോണുകളെ ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെ ഒരു ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ ഡയഗ്രത്തിലേക്ക് നിങ്ങൾ നോക്കുക. ആ ഡയഗ്രത്തിൽ നമുക്ക് കാണാം ആ ഇലക്ട്രോണുകൾ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആക്ച്വലി നമുക്ക് എന്താണ് കിട്ടുന്നത്? എനർജി ലഭിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ, എനർജി കിട്ടുന്നു എന്നർത്ഥം ഇലക്ട്രോണുകളെ നമുക്ക് ലഭിക്കുമ്പോൾ. അതേസമയം അതേപോലെ തന്നെയാണ് ഫോസ്ഫേറ്റുകൾ വന്ന് ആഡ് ചെയ്യപ്പെടുമ്പോൾ ഫോസ്ഫേറ്റുകൾ ലഭിക്കുന്ന സമയത്തും എനർജി കിട്ടുന്നു. അപ്പൊ ഇലക്ട്രോണുകളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണുകൾ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ് റിഡക്ഷൻ ആണ്, റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ NAD, NADH, FAD, FADH എന്നൊക്കെ ആയിട്ട് മാറുക. ആ പ്രോസസ്സാണ് അവിടെ റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതേപോലെ തന്നെ ഇപ്പോൾ ADP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്, ഇത് രണ്ട് ഫോസ്ഫേറ്റ് ബോണ്ടുകൾ ഉള്ളത്. ഇതിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്തായിട്ട് മാറും? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്യപ്പെടും
അല്ലെ? അതേപോലെ തന്നെ GDP, ഗ്വാനോസിൻ ഡൈഫോസ്ഫേറ്റ്, അവിടെയും എന്താ സംഭവിക്കുന്നത്? അവിടെയും ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്യപ്പെടുന്നു. അപ്പൊ GDP GTP ആയിട്ട് മാറുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോസസ്സുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ബേസിക്കലി മനസ്സിലാക്കുക. നമുക്ക് എനർജി കിട്ടുന്നു. സോ ഇത്തരത്തിൽ എനർജി ലഭിക്കാനുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ നിസ്സാരമായിട്ട് പറയാറുണ്ട് അല്ലെ, എന്ത് ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ. എന്നാൽ അത് അതിൽ നടക്കുന്ന ഒരു നിസ്സാരമായ പ്രോസസ്സ് മാത്രമാണ്. അതിന് ശേഷം ആ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫുഡില് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ? അതിലൂടെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്? എനർജിയെ റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ റെസ്പിറേഷൻ പ്രോസസ്സിലൂടെ എനർജി റിലീസ് ചെയ്യുന്നത്? എത്രമാത്രം എനർജി റിലീസ് ചെയ്യുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കാം ഈ പറഞ്ഞ റെസ്പിറേഷനിൽ പ്രധാനമായിട്ട് നടക്കുന്ന 3 പ്രോസസ്സുകൾ. ഒന്നാമത്തെ പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്, രണ്ടാമത്തെ പ്രോസസ്സാണ് ക്രെബ്സ് സൈക്കിൾ, മൂന്നാമത്തെ പ്രോസസ്സാണ് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നത് എവിടെയാണെന്നറിയോ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ഈ ഇലക്ട്രോണുകൾ പാസ് ചെയ്യുന്ന സമയത്ത്. ഇത് മൊത്തം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് എത്രമാത്രം എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു ഡ്യൂറിങ് ദ ഓക്സിഡേഷൻ ഓഫ് 1 molecule ഓഫ് ഗ്ലൂക്കോസ് എന്നത് നമ്മൾ കാണാം. നമുക്കറിയാം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ് അല്ലെ? നമ്മൾ ഈ പറയുന്ന ഗ്ലൈക്കോളിസിസിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. വാട്ട് ഈസ് ഗ്ലൈക്കോളിസിസ്? ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് വന്നത് തന്നെ 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. ഗ്ലൈക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഫോർ ഗ്ലൂക്കോസ്. അതേപോലെ തന്നെ ലൈസസ് മീൻസ് സ്പ്ലിറ്റിംഗ് ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്യപ്പെടാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിരുന്നു ആരാണോ ഒരു റിയാക്ഷനിൽ പങ്കെടുത്ത്, നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, സബ്സ്ട്രേറ്റുകൾ. എന്നാൽ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയാ? സബ്സ്ട്രേറ്റ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മുടെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷനിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റുകൾ എന്ന് വിളിക്കും. അപ്പൊ ഇവിടുത്തെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആരാണ്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് എങ്ങനെയാണ് പ്ലാന്റ്സിൽ എത്തുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ലെ, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പ്രിപ്പയർ ചെയ്ത ഗ്ലൂക്കോസിനെ പിന്നീട് ആ പറഞ്ഞ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഫുഡിനെ ഗ്ലൂക്കോസിനെ അതെന്ത് ചെയ്യപ്പെടുന്നു? സ്പ്ലിറ്റിംഗ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ഡിഫറെന്റ് കോമ്പൗണ്ട്സ്. ഫൈനലി അത് എന്തായി മാറുന്നു നമുക്ക് പിന്നീട് പറയാം. ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലൈക്കോളിസിസ് ആണ്. ഇനി ഈ ഗ്ലൈക്കോളിസിസിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കാറുണ്ട്. എന്താണെന്നറിയോ? EMP പാത്വേ എന്ന് വിളിക്കാറുണ്ട്. EMP. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് 3 സയന്റിസ്റ്റുകളാണ്. ഒന്ന് എംഡൻ, മെയർഹോഫ് ആൻഡ് പാരനാസ്. അവരുടെ ആ ഒരു ഓർമ്മയിലാണ് നമ്മൾ ഇതിനെ മറ്റൊരു പേര് വിളിക്കുന്നത് EMP പാത്വേ എന്നൊക്കെ വിളിക്കാൻ കാരണം. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ് ഇതിലൂടെ നടക്കുന്ന പ്രോസസ്. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ, എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? ഫോസ്ഫേറ്റുകൾ ആഡ് ചെയ്യപ്പെടുന്നത്, റിഡക്ഷൻ നടക്കുന്നത്, അപ്പോഴൊക്കെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്? എനർജി റിലീസ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് എനർജി ആ സിസ്റ്റത്തിലേക്ക്, ആ സെല്ലിലേക്ക് എനർജി ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. ഗ്ലൈക്കോളിസിസ് ആക്ച്വലി 2 ഫേസസ് ആയിട്ടാണ് നമ്മൾ സാധാരണ പറയാറ്. 2 ഫേസസ് എന്ന് പറയുമ്പോൾ ചില പ്രോസസ്സുകളിൽ എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോസ്ഫേറ്റുകൾ ഉപയോഗിക്കപ്പെടുക, എനർജികൾ ഉപയോഗിക്കപ്പെടുക. അത് ആണ് എനർജി യൂസിങ് പ്രോസസ് എന്ന് പറയുന്നത്. ചില സ്ഥലത്ത് നമുക്ക് ഇതിന്റെ പർപ്പസ് തന്നെ ആയിട്ടുള്ള എനർജി പ്രൊഡക്ഷനും ആവശ്യമാണ്. ഈ 2 കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ആയിട്ട് എന്താ ഗ്ലൈക്കോളിസിസ് എന്ന് ചോദിച്ചാൽ അവിടെ നടക്കുന്ന പ്രോസസ് ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നറിയോ? 6 കാർബൺ ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോസ് 3 കാർബൺ ആയിട്ടുള്ള പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുക എന്നുള്ള പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. എങ്ങനെ മാറുന്നു, അതിന്റെ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സ് എന്താണെന്ന് നമുക്ക്
നമുക്കൊന്ന് നോക്കാം. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റിയാക്ഷൻ ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എക്സാമിനേഷനൊക്കെ ചോദിക്കുക, ആ സ്റ്റെപ്പ് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മാറി ചോദിക്കും, ചിലപ്പോൾ അതിന്റെ ഓർഡർ തെറ്റിച്ചിട്ട് ചോദിക്കും, ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക അവിടെയുള്ള എവിടേക്കാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ATP ഉപയോഗിക്കപ്പെടുന്നത്, എവിടെയാണ് റിഡക്ഷൻ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും നമ്മളോട് ചോദിക്കുക. അപ്പോൾ ആ സ്റ്റെപ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുന്ന നമ്മുടെ NCERT ബുക്കിലുള്ള സ്റ്റെപ്പുകൾ, നമുക്ക് അതിന് ആക്ച്വലി ഈ ഒരു പ്രോസസ്സ് നടക്കാൻ ഒരുപാട് എൻസൈമുകളുടെ ആവശ്യമാണ്, കോഎൻസൈമുകളുടെ ആവശ്യമാണ്. പിന്നെ ആ പ്രോസസ്സ് എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ സ്റ്റെപ്സ് എന്താണ്, സിമ്പിൾ ആയിട്ട് അവിടെ ATPയുടെ ഒരു കൺസംഷനും അതുപോലെ തന്നെ ATPയുടെ റിലീസും അല്ലെങ്കിൽ പ്രൊഡക്ഷനും എവിടെയൊക്കെ നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പൈറൂവിക് ആസിഡായി മാറുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ സ്റ്റെപ്പിലേക്ക് ഒന്ന് നോക്കാം. ഇനി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിന് എന്ത് സംഭവിക്കുന്നു വളരെ ശ്രദ്ധിച്ചു നോക്കുക. അതിൽ നമ്മൾ കാണാം 6 കാർബൺ ആയിട്ടുള്ള ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിലേക്ക് ഒരു ADP കൂടി ഉപയോഗിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ADP കൂടെ ആഡ് ചെയ്യപ്പെടുന്നു. എവിടെയാണ്? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്. നോക്കിക്കേ, ഫസ്റ്റ് ഓൾറെഡി 6th കാർബണിൽ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട് അല്ലേ? പിന്നെ ഒരു ഫസ്റ്റ് കാർബണിലേക്കും എന്ത് വന്ന് വരികയാണ്? ഒരു ഫോസ്ഫേറ്റ് വന്ന് ആഡ് ചെയ്യപ്പെടുകയാണ്. അവിടെ 2 ഫോസ്ഫേറ്റുകൾ വന്നത് കൊണ്ടാണ് ബിസ് എന്ന് ഉപയോഗിച്ചത്. ബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, ബൈ എന്നും ഉപയോഗിക്കാം. ഓക്കെ, ഫ്രക്ടോസ് 1,6 ബൈ ഫോസ്ഫേറ്റ് എന്നും പറയാം, ബിസ് ഫോസ്ഫേറ്റ് എന്നും പറയാം, രണ്ടും ശരിയാണ്. അപ്പോൾ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറി ഇവിടെ. ദാറ്റ് ഈസ് ഓൾസോ എ 6 കാർബൺ കോമ്പൗണ്ട് അല്ലേ? ഇനി നെക്സ്റ്റ് പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ശ്രദ്ധിക്കണേ, ചിത്രത്തിലേക്ക് നോക്കാം. ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന 6 കാർബൺ കോമ്പൗണ്ട് എന്തായിട്ട് മാറുന്നു? ട്രയോസ് ഫോസ്ഫേറ്റുകളായിട്ട് മാറുന്നു. എന്താ ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 3 കാർബൺ കോമ്പൗണ്ടുകൾ. ഇവിടെ ഓൾറെഡി ഗ്ലൂക്കോസ് എത്ര കാർബൺ കോമ്പൗണ്ട് ആയിരുന്നു? 6 കാർബൺ കോമ്പൗണ്ട് ആയിരുന്നു അല്ലെ? അതെന്തായിട്ട് മാറാണ്? 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറാണ്. അവിടെ എന്താ സംഭവിച്ചത് നോക്കിക്കേ, അവിടെ 2 കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. വൺ ഇസ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും മറ്റൊന്ന് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റും. ഒന്ന് നോക്കട്ടോ, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആൻഡ് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ്. ഒന്ന് അസിറ്റോണുമാണ്, ഒന്ന് ആൽഡിഹൈഡുമാണ്. അപ്പോൾ ഫ്രക്ടോസ് 1,6 ബൈ ഫോസ്ഫേറ്റ് ഒരു ആൽഡിഹൈഡും ഒരു അസറ്റോണുമായിട്ടാണ് മാറിയത്. നിങ്ങൾ കെമിസ്ട്രി നന്നായി പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൽഡിഹൈഡുകളും കീറ്റോണുകളൊക്കെ അസറ്റോണുകളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ബയോകെമിസ്ട്രി ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഗ്ലിസറാൾഡിഹൈഡും അതുപോലെ ഡൈഹൈഡ്രോക്സി അസിറ്റോണുമാണ് ഇവിടെ ഉണ്ടാവുന്നത്, അസിറ്റോൺ ഫോസ്ഫേറ്റും. ഇവിടെ ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആണ് ബാക്കി വരുന്ന പ്രോസസ്സുകളിലേക്ക് എൻറ്റർ ചെയ്യപ്പെടുന്നത്. നമുക്ക് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റിന് അവിടെ ഒരു കൺവേർഷൻ നടന്ന് ഡൈഹൈഡ്രോക്സി ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയി മാറാറുണ്ട്. അത് ആക്ച്വലി നമ്മുടെ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈക്കിള് ഇതിവിടെ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ? ഇവിടെ 3 മോളിക്യൂള് അല്ലെങ്കിൽ 3 കാർബൺ ആയിട്ടുള്ള ഗ്ലിസറാൾഡിഹൈഡ് ആണ് ഇതിലേക്ക് അടുത്ത പ്രോസസ്സുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആക്ച്വലി ഈ 2ന്റെ പ്രോസസ്സും ഒരു സൈക്കിളും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിന്റെ മൊത്തം പ്രോസസ്സുകളായിട്ട് നമ്മൾ കണക്കാക്കുക. നമ്മൾ ലാസ്റ്റ് ഇനി ഇതിന്റെ എത്ര ATP ഉണ്ടായി എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറി? 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറി. അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കുക. നേരത്തെ നമ്മൾ കണ്ടെടുത്ത് NAD എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്ത് NADH ആയിട്ട് മാറി അല്ലേ? നെക്സ്റ്റില് 1,3 ഇതെന്തായിട്ടാ മാറിയത്? 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. ശ്രദ്ധിക്കണം, 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. അവിടെ റിഡക്ഷനും നടന്നിട്ടുണ്ട്, അതേസമയം ഫോസ്ഫേറ്റുകളും ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോസ്ഫേറ്റ് എവിടെ ആഡ് ചെയ്തത്?
1,3 ഫസ്റ്റിലും തേർഡിലുമായിട്ടുള്ള കാർബണിൽ വന്നിട്ട് എന്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഫോസ്ഫേറ്റുകൾ വന്ന് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ നോക്കിക്കേ, 1,3 bisphosphor or biphosphoglyceric acid is converted into 3-phosphoglyceric acid. കണ്ടില്ലേ? 3-phosphoglyceric acid എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫോസ്ഫേറ്റ് എവിടെ പോയി? അതാണ് ഇവിടെ എനർജി. നമുക്ക് എനർജി റിലീസിങ് അല്ലേ? ആ എനർജി റിലീസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആ ഫോസ്ഫേറ്റിനെ ആര് ആക്സെപ്റ്റ് ചെയ്യുന്നു? അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ ആര് വരും? ADP വരും, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് അപ്പൊ എന്തായിട്ട് മാറും? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഓക്കെ, ADP is converted into ATP. നെക്സ്റ്റ് പ്രോസസ്സ് നോക്കാം. അടുത്ത പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അവിടെ 3-phosphoglyceric ആസിഡ് എന്തായിട്ട് മാറാണ്? 2-phosphoglyceric ആസിഡ്. അവിടെ സത്യത്തിൽ എന്താ പറയുക, റിഡക്ഷനും നടക്കുന്നില്ല, അതേപോലെ ഫോസ്ഫേറ്റുകൾ ആഡ് ചെയ്യപ്പെടുന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ പൊസിഷനിൽ മാറ്റം വരികയാണ്. തേർഡ് കാർബണിലുള്ളത് എത്രയിലേക്ക് മാറും? സെക്കൻഡ് കാർബണിലേക്ക് മാറും അല്ലെ? അപ്പൊ 3-phosphoglyceric ആസിഡ് എന്തായിട്ട് മാറാണ്? 2-phosphoglyceric ആസിഡ് ഓർ ഗ്ലിസറേറ്റ്. അടുത്ത പ്രോസസ്സ് നോക്കിക്കേ. അടുത്തത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? 2-phosphoglycerate is converted into phosphoenol pyruvate. അവിടെ ഒരു ഇനോൾ എന്ന് പറയുന്ന ഇനോളായിട്ടാണ് മാറുന്നത്. പൈറൂവിക് ആസിഡ് ഫോസ്ഫോഇനോൾ പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. അവിടെ അഡീഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ഫോസ്ഫോഇനോൾ പൈറൂവിക് ആസിഡ് ശ്രദ്ധിക്കണം. ഇനോൾ പൊട്ടിയിട്ട് അവിടെ എന്തായിട്ട് മാറുന്ന അറിയോ? ഫോസ്ഫോഇനോൾ പൈറൂവിക് ആസിഡ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറും. അവിടെ എന്ത് സംഭവിക്കും? അവിടെയും സെയിം ഫോസ്ഫേറ്റ് പോയില്ലേ? അപ്പൊ ആ ഫോസ്ഫേറ്റിനെ ആരെ അബ്സോർബ് ചെയ്യും? അവിടെയും ADP വരുന്നു. ADP അതിനെ അബ്സോർബ് ചെയ്യുന്നു. ADP അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ATP ആയിട്ട് മാറും. നമ്മൾ നേരത്തെ തന്നെയാണ് ആദ്യമേ പറഞ്ഞത്, ഈ ഫോസ്ഫേറ്റുകളുടെ അഡീഷൻ നടക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഫോസ്ഫോറിലേഷൻ. ഫോസ്ഫേറ്റുകളെ ചിലപ്പോൾ ഫോസ്ഫേറ്റുകൾ ഉപയോഗിക്കപ്പെടുന്നു, ഡീഫോസ്ഫോറിലേഷൻ. അപ്പൊ ഇത്തരത്തില് ചിലപ്പോൾ ഇലക്ട്രോണുകൾ ആഡ് ചെയ്യപ്പെടുന്നു, ദാറ്റ് ഈസ് റിഡക്ഷൻ, റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത്തരത്തില് റിഡക്ഷൻ, ഫോസ്ഫോറിലേഷൻ, ഡീഫോസ്ഫോറിലേഷൻ ഇത്തരത്തിലുള്ള റിയാക്ഷൻസിലൂടെ ഒക്കെയാണ് ഈ പറയുന്ന നമ്മുടെ റെസ്പിറേറ്ററി പ്രോസസ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാനുള്ള ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലും ഒക്കെ ഇതാണ് ബേസിക്കലി നടക്കുന്ന ഒരു പ്രോസസ്സ്. ബയോളജിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രോസസ്സ് അതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ സ്റ്റെപ്പുകളിൽ നമ്മൾ കണ്ടു, ഒരു റിഡക്ഷൻ നടന്നിട്ടുണ്ട്, 2 സ്ഥലത്ത് ATP പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട് അല്ലെ? റിഡക്ഷൻ നടക്കുമ്പോഴും എനർജി തന്നെയാണ് കിട്ടുന്നത് അല്ലെ? ആ എനർജി കിട്ടുന്നതിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. ATP ആണെങ്കിലും NADH ആണെങ്കിലും ഒക്കെ അതിന്റെ അളവിൽ നമ്മൾ മാറ്റേണ്ടത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ബേസിക്കലി അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൈറൂവിക് ആസിഡ് എന്ന് പറയുന്ന ഒരു 3 കാർബൺ കോമ്പൗണ്ട് അല്ലെ? ഇവിടെ നമ്മൾ രണ്ട് പൈറൂവിക് ആസിഡ്, 2 മോളിക്യൂൾസ് ഓഫ് പൈറൂവിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ഗ്ലീസറാൾഡിഹൈഡിൻ്റെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ, കാരണം ഗ്ലൂക്കോസ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 2 ട്രയോസ്ഫേറ്റുകളായിട്ടാണ് മാറിയത് അല്ലെ? അപ്പോൾ ഒരെണ്ണത്തിന്റെയാണ് നമ്മൾ 1 മോളിക്യൂൾ പൈറൂവിക് ആസിഡ് ഉണ്ടായത് കണ്ടത്. അപ്പൊ ആക്ച്വലി ഒരു ഗ്ലൂക്കോസിൽ നിന്നും 2 മോളിക്യൂൾസ് ഓഫ് പൈറൂവിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ സ്റ്റെപ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സ്റ്റെപ്പ് ഒന്നും കൂടി പറയാം, കൃത്യമായിട്ട് ഒന്നും കൂടി നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് നടക്കുന്നു? ഗ്ലൂക്കോസ് 6 കാർബൺ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. അവിടെ ADP ആയിട്ട് മാറുന്നു. ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ്. അവിടെയും ADP ആയിട്ട് മാറുന്നു. ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ട്രയോസ് ഫോസ്ഫേറ്റുകളായിട്ട് മാറുന്നു. ഇതൊക്കെയാണ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റും. ദെൻ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് റിഡക്ഷൻ സംഭവിച്ചിട്ട് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, അവിടെ NADH+H+ ആയി മാറുന്നു. Then 1,3-bisphosphoglyceric acid 3-phosphoglyceric acid ആയിട്ട് മാറുന്നു. Then 2-phosphor പൊസിഷൻ മാറി 2-phosphoglyceric acid ആയിട്ട് മാറുന്നു. Then 2-phosphoglyceric acid phosphoenol pyruvic acid ആയിട്ട് മാറുന്നു. phosphoenol pyruvic acid pyruvic acid ആയിട്ട് മാറുന്നു.
ഇത്രയുമാണ് ഇതിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉള്ളത്. ഇനി വാട്ട് ഇസ് ദ ഫേറ്റ് ഓഫ് പൈറുവിക് ആസിഡ് എന്നുള്ളത് നമ്മൾ പിന്നീട് പറയുന്നു. അതായത് ഫേറ്റ് ഓഫ് പൈറുവിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ എറോബിക് ആണോ അനേറോബിക് ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. അനേറോബിക് റെസ്പിറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പൈറുവിക് ആസിഡ് നേരെ ഇതിലേക്കാണ് പോകുകയെന്നറിയാം. ഫെർമെന്റേഷൻ പ്രോസസ്, ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, ഇത്തരത്തിലുള്ള അനേറോബിക് കണ്ടീഷൻസിലേക്ക് പോകും. എന്നാൽ അത് എറോബിക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പൈറുവിക് ആസിഡ് ദേ വിൽ എൻറ്റർ ഇൻ ടു ക്രെബ്സ് സൈക്കിളിലേക്ക് എൻറ്റർ ചെയ്യും. അപ്പം അതാണ് ഫേറ്റ്. ഈ പൈറുവിക് ആസിഡ് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പൈറുവിക് ആസിഡ് എനേറോബിക് കണ്ടീഷൻ ആണെങ്കിൽ ദേ വിൽ എൻറ്റർ ഇൻ ടു എനി വൺ ഓഫ് ദ ഫെർമെന്റേഷൻ പ്രോസസ്. അതാണെങ്കിൽ ലാക്ടിക് ആസിഡ്, മറ്റൊന്ന് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ഇനി അതല്ല എറോബിക് കണ്ടീഷൻ ആണെങ്കിൽ ദേ വിൽ എൻറ്റർ ഇൻ ടു another cyclic process that's named as Krebs cycle എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ റെസ്പിറേഷൻ്റെ ഒരു പ്രോസസ് ആയിട്ടുള്ള ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ഗ്ലൈക്കോളിസിസിൽ അറിഞ്ഞിരിക്കേണ്ടത്. സ്റ്റെപ്സ് കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, എങ്ങനെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നിർത്താം. താങ്ക് യു.